കലോത്സവത്തിന് തിരിതെളിയാൻ കുറച്ചധികം മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കലാപ്രതിഭകൾക്ക് വളരെ രുചികരമായ ഭക്ഷണം വിളമ്പാൻ പഴയുടെ മോഹനൻ നമ്പൂതിരി ഇത്തവണയും എത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ ഭക്ഷണ പന്തൽ സജീവമാകും. പുത്തരിക്കണ്ട മൈതാനിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ കലോത്സവ കലവറ. അവിടുത്തെ പാലുകാച്ചൽ ചടങ്ങ് ഇന്ന് രാവിലെയാണ് നടക്കുന്നതെന്ന് പറയുന്നു. ഷഹദ് റഹ്മാന്റെ റിപ്പോർട്ട്. തലസ്ഥാന നഗരിയിൽ കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കലോത്സവം പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരിടത്താണ് നമ്മളുള്ളത്. അപ്പം പഴയടം നമുക്കൊപ്പം ചേരുവാണ്. നമ്മൾ അവരുടെ കലവറയിലാണ് ഉള്ളത്. അപ്പോൾ കലവറ എങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് എത്തി കലോത്സവം വന്നിട്ടുണ്ട്. കലോത്സവം എന്ന് പറഞ്ഞാൽ രണ്ടാണ് ഞങ്ങൾക്ക്. ഒന്ന് കുട്ടികളുടെ കലാപ്രകടനം, മറ്റൊന്ന് തിരുവനയുടെ ഭക്ഷണം. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഒരുക്കങ്ങൾ? പല സ്കൂളുകളിൽ നിന്നായിട്ട് 12 BRCകളിൽ നിന്നായിട്ട് കുറേ സാധനങ്ങൾ കളക്ട് ചെയ്തിവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം സോർട്ട് ചെയ്യണം. അതിൻ്റെ അകത്തുനിന്ന് ഉപയോഗിക്കാവുന്ന എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെയും അതുപോലെ തന്നെ ഫുഡ് കമ്മിറ്റിയുടെയും ആഗ്രഹം. നമുക്ക് തന്നിട്ടുള്ള ഒരു ടാർഗറ്റ് എന്താണ്? എത്ര പേര് ഒരു ദിവസം ഉണ്ടാകുന്നതാണ് ഇപ്പം ഏകദേശം ഒരു കണക്ക് പറഞ്ഞിട്ടുള്ളത്? ഒരു ടാർഗറ്റ് അങ്ങനെ ഇല്ല. പക്ഷേ തിരുവനന്തപുരത്തെ അനുഭവം ഒരു ദിവസം ഏതാണ്ട് 30,000 പേർക്ക് മുകളിൽ 35,000 ആൾക്കാർ ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമായിട്ട് ഭക്ഷണം കഴിച്ച് കടന്നു പോകണം. നമ്മുടെ തിരുവനന്തപുരത്തെ രീതി അതാണ്. ഇതിനൊക്കെ അപ്പുറത്തെ ഇപ്പം നമ്മൾ ഓരോ കലോത്സവത്തിന് റിപ്പോർട്ടിങ്ങിനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പുതിയ പായസങ്ങളും അതുപോലെ തന്നെ പല പുതിയ വിഭവങ്ങളൊക്കെ നമ്മൾ രുചിക്കാറുണ്ട്. അപ്പം ഇത്തവണത്തെ സ്പെഷ്യൽ എന്തൊക്കെയായിരിക്കും? സ്പെഷ്യലിനെ കുറിച്ചൊന്നും തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ നോർമൽ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് 12 കൂട്ടം വിഭവങ്ങളോട് കൂടിയ പായസത്തോട് കൂടിയ സദ്യയാണ് എല്ലാ ദിവസവും കൊടുക്കുന്നത്. തിരുവനന്തപുരത്ത് കലോത്സവം എത്തുന്ന സമയത്ത് എന്താണ് വരുന്നത്? ഈ മത്സരങ്ങൾ അവതരിപ്പിക്കുന്ന കുട്ടികളെ പോലെ തന്നെ ഒരുപാട് ഓർമ്മകളും കഥകളും പറയാനുണ്ടാവല്ലോ. അപ്പം എന്താണ് തിരുവനന്തപുരത്ത് വീണ്ടും എത്തുമ്പോൾ? തിരുവനന്തപുരത്ത് ഞാനിത് 3ാമത് തവണയാണ് ഞാൻ തന്നെ വരുന്നത്. 2009 ആദ്യമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നുള്ള പേരിൽ തുടങ്ങിയത്. അതിനു മുമ്പ് സ്കൂൾ കലോത്സവം ഹയർ സെക്കൻഡറി മറ്റേ +2-ൻ്റെ ഒക്കെ സെപ്പറേറ്റാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സ്കൂൾ കലോത്സവം എന്നുള്ള പേരിൽ എല്ലാ വിഭാഗങ്ങളും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് TTC ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഒത്തൊരുമിപ്പിച്ചുകൊണ്ടുള്ള കലോത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ആദ്യം തുടങ്ങിയ 2009 അന്ന് 2 വേദികളായിരുന്നു. ഒന്ന് സെൻട്രൽ സ്റ്റേഡിയം ആയിരുന്നു, അന്ന് ഇവിടെ ആട്ടക്കുളങ്ങരയായിരുന്നു. അപ്പോൾ അങ്ങനെ 2 വേദികളിൽ നിന്ന് ഓരോ സമയത്ത് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു തുടക്കം. കോഴിക്കോട് 2010 വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. 2011 മുതൽ വലിയൊരു മെഗാ ഈവൻ്റാക്കി മാറ്റുകയും കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂടുതൽ കുട്ടികൾക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിക്കുള്ള വലിയ പന്തലുകൾ, കൂറ്റൻ പന്തലുകൾ ഒരുക്കിക്കൊണ്ട് ഉള്ള സദ്യയിലേക്ക് മാറി. അപ്പോഴാണ് ഈ ആൾക്കാരുടെ എണ്ണത്തിൽ വളരെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള വർധന വന്നത്. അപ്പോൾ നമ്മളെല്ലാം കൊണ്ടും റെഡിയാണ്, സെറ്റാണ്. തീർച്ചയായിട്ടും അങ്ങനെ ആവണമല്ലോ. പഴയടം എന്തായാലും റെഡിയാണ്. ഇവിടെ കലവറയിൽ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു 30,000-ഓളം ആളുകളൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ട് കണക്ക് ഇപ്പം എന്തായാലും ലഭിച്ചിട്ടില്ല. പക്ഷേ പഴയടത്തിൻ്റെ ടീമും ഫുഡ് കമ്മിറ്റിയും ഒക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം രുചികരമായിട്ടുള്ള നല്ല അടിപൊളി ഭക്ഷണം എന്തായാലും ഇവിടെ നിന്നും തയ്യാറാവും.